നമുക്ക് മിക്കവാറും എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ ഇഷ്യൂസ് വരാറുണ്ട്. ഇപ്പോൾ പിമ്പിൾസ് ആയിക്കോട്ടെ, അതോ അല്ലെങ്കിൽ മുഖത്തിന്റെ ആ ഒരു മൂക്കൊരു പൊട്ടിക്കുമ്പോൾ കറുത്ത പാട്, അങ്ങനെ ഡാർക്ക് സ്പോട്ട്, അതുപോലെ ഫ്രക്കിൾസ്, പിന്നെന്താ പറയുക വെയിൽ കൊണ്ടാ സൺ ടാൻ, അങ്ങനെ എന്തെങ്കിലും ഓപ്പൺ പോർസ്, പല ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകും. അപ്പൊ അതിലൊക്കെ നമുക്ക് ഈ ഒരു ആദ്യം പറഞ്ഞ മുഖക്കുരു ആയിക്കോട്ടെ, അല്ലെങ്കിൽ കറുത്ത പാടായിക്കോട്ടെ, വെയിലടിച്ചുള്ള ടാൻ ആയിക്കോട്ടെ, ഇതൊക്കെ കുറച്ചൊക്കെ മാറ്റാൻ ഈസിയാണ്. അല്ലെങ്കിൽ നാച്ചുറൽ ഹോം റെമഡീസ് യൂസ് ചെയ്ത് തന്നെ അതൊക്കെ മാറും. നമുക്ക് ഇനി തീരെ മാറില്ല വെച്ചാൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്താൽ അത് ഏകദേശം എളുപ്പത്തിൽ മാറ്റാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ഓപ്പൺ ബോൾസ്, നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചെറിയ ചെറിയ ഓട്ടകൾ, അതോ അല്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ ആയിട്ട് ഓട്ട പോലെ തോന്നില്ലേ, അതാണ് ഓപ്പൺ ബോൾസ് എന്ന് പറയുന്നത്. നമ്മളെ എല്ലാവരുടെ സ്കിന്നിലും പോൾസ് ഉണ്ട്, അതായത് ആ ഒരു നമ്മളെ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, അത് കുറച്ചും കൂടെ ഇങ്ങനെ വലിയതായി നിൽക്കുന്നതിനാണ് നമ്മൾ ഓപ്പൺ ബോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ചിലർക്ക് ഭയങ്കര കൂടുതലായിരിക്കും, വലിയ വലിയ പോൾസ് ആയിരിക്കും, ചിലർക്ക് ചെറുതായിരിക്കും. മിക്കവാറും 100 നമ്മൾ 95 പേർക്കും ഈ ഒരു പോൾസ് അത്യാവശ്യം കാണാം. എനിക്ക് ഇങ്ങനെ ഇപ്പോൾ കാണുന്നതൊക്കെ അറിയുന്നില്ല, പക്ഷെ അങ്ങനെ അടുത്തെടുത്ത് നോക്കുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ ഓട്ടകൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഈ മിക്കവാറുള്ള സ്കിന്നിൽ ഉണ്ടാകും. പക്ഷെ ഇത് വലുതായിരിക്കുന്ന സമയത്ത് കുറച്ച് വൃത്തിയായിട്ടാണ് കാണാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചൊരു ഭംഗിക്കുറവെന്ന് പറയാം കേട്ടോ നമുക്ക്. അപ്പൊ വിഷമിക്കുന്ന കാര്യമൊന്നും ഇല്ല, അതൊക്കെ സ്കിൻ ഇഷ്യൂസ് ആണ്. നമുക്ക് അതെല്ലാം വെച്ച് സമാധാനിക്കാം. ഇതിനും വലിയ ഓരോരുത്തരത്തെ അസുഖങ്ങളൊക്കെ വന്നിരിക്കണല്ലേ. പക്ഷെ ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്, ഇപ്പൊ ഇതിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി പറഞ്ഞു തരാനായിട്ടാണ്. അതായത് നമുക്ക് ഒരു ഓട്ട സിമ്മറിട്ട് മൂടി അടയ്ക്കാൻ നല്ലതല്ല. ആ ഒരു പോൾസിന്റെ വിസിബിലിറ്റി കുറച്ചൊന്ന് കുറയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു പോൾസിന്റെ ഒക്കെ എന്തെങ്കിലും ഡേർട്ടും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കുക. അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് പോൾസിനൊന്ന് നീറ്റ് ആക്കി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫേഷ്യൽ ഓയിൽ കാണിച്ചിട്ട് എനിക്കത് എഫക്റ്റീവ് ആയിട്ട് തോന്നി. അതേപോലെ നമ്മളിങ്ങനെ ഫുൾ ക്ലിയർ ആക്കി അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു പോൾസിന്റെ ആ ഒരു അതിങ്ങനെ എടുത്ത് കാണാൻ കുറച്ച് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതെന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫേഷ്യൽ ഓയിൽ കേട്ടോ. ഇത് ഏതാന്ന് വെച്ചാൽ നേച്ചർ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പോൾസ് ആൻഡ് മാർക്സ് ഓയിൽ ആണ് കേട്ടോ. ഇതിലെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുരിങ്ങേന്റെ ആ ഒരു എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെയാണ്. അതായത് കോൾഡ് പ്രസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓയിലാണ് കേട്ടോ. അങ്ങനത്തെ കോൾഡ് പ്രസ്ഡ് ഓയിൽ മേടിച്ചാൽ ഗുണം വെച്ചാൽ കുറച്ചും കൂടെ നല്ല എഫക്റ്റീവ് ആയിരിക്കും. അത് കുറച്ചും കൂടെ അതിന്റെ ആ ഗുണം കൂടുതൽ കിട്ടും എപ്പോഴും കോൾഡ് പ്രസ്ഡ് ഓയിലാട്ടോ. അപ്പൊ ഇത് കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ഓയിലാണ്. അപ്പൊ ഇതിൽ നമ്മളെ വിറ്റാമിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ABCD അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഒരുപാട് നാച്ചുറൽ ഹെർബ്സും ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിത് മണക്കണ സമയത്ത് തന്നെ ഭയങ്കര ഒരു എന്താ പറയാ നല്ലൊരു എണ്ണേന്റെ മണം. നമുക്കൊരു കെമിക്കൽ എന്നുള്ള സംഭവം തോന്നുകയില്ല. നമ്മൾ ആ കാച്ചിക്ക് എണ്ണ ഉണ്ടാക്കില്ലേ, അതേപോലെ ശരിക്കും ഒരു കാച്ചി നമ്മൾ തലയിലൊക്കെ തേക്കുന്നുണ്ടല്ലേ, ആ ഒരു ഫീൽ എനിക്കിത് മണക്കുമ്പോൾ കിട്ടും. അപ്പൊ അത്രയും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിലെ ആ ഒരു പോൾസ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് ആ ഒരു കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് പോൾസ് ഒക്കെ ഒന്നും കൂടെ ഒരു ചെറിയ രീതിയിൽ ഒന്ന് മാറ്റം വരുത്തിയിട്ട് ഒരു നീറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് അത്രയൊക്കെ തന്നെ എന്തായാലും ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും പോൾസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും മേക്കപ്പിലിട്ട് പ്രൈമറും കാര്യങ്ങളൊക്കെ ഇട്ട് കുട്ടി അടയ്ക്കുന്ന പോലെ ചെയ്യാന്നല്ലാണ്ട് നമുക്ക് നാച്ചുറലി നമുക്കത് പോകണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യണം. അപ്പൊ ഇനി കുറച്ചൊക്കെ ആ ഒരു ഓപ്പൺ പോസിന് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു നാച്ചുറൽ ഷോയുടെ ഓയിൽ എന്ന് പറയുന്നത്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം. നിങ്ങൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. പകലും ഉപയോഗിക്കാം. ഇപ്പൊ ഒരു മേക്കപ്പിന് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ് അല്ല, അങ്ങനെ സ്കിൻ കെയർ ഐറ്റം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് പുറത്തൊന്നും കുഴപ്പം പറയണില്ല. പക്ഷെ നൈറ്റിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കില്ലേ, ഫേഷ്യൽ നമ്മൾ സെറൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ, അതേപോലെ ഒരു കുറച്ച് ഡ്രോപ്പ് എടുത്തിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് മോർണിംഗിലും യൂസ് ചെയ്യാം, കുളിച്ചതിന് ശേഷം നൈറ്റിൽ കിടക്കാൻ പോകുന്നതിന് മുന്നും യൂസ് ചെയ്യാം. അപ്പം ഇതുപോലെ നമ്മൾ കുറച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട കേട്ടോ. അപ്പം ഞാൻ അതായത് കുറച്ച് ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിലെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 2-3 തുള്ളിയൊക്കെ ആവശ്യമുള്ളൂ. ഈ ഒരു ബോട്ടിൽ നമ്മൾ മേടിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇതേപോലെ എടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ഇഷ്യൂസ് ഉള്ളത് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ആ ഒരു ഓപ്പൺ പോസിന്റെ ഭാഗത്ത് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതേപോലെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തുണ്ടാക്കേണ്ട കാര്യമില്ല. ഭയങ്കരമായിട്ട് അങ്ങനെ ആ കാര്യം ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് സ്കിന്നിലേക്ക് അത് തേച്ച് പിടിപ്പിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് എടുക്കണ്ട, വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ കുളി കഴിഞ്ഞ ശേഷം അങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു സ്കിൻ കെയർ ആയിട്ടാണ് കേട്ടോ എപ്പോഴും. അതേപോലെ നൈറ്റിലും ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇട്ടപ്പം തന്നെ നിങ്ങൾക്ക് ചിലർക്ക് ഇത് എന്താ പറയുക ഇങ്ങനെ ഇരിക്കുന്നിട്ട് പുറത്തു പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇട്ടിട്ട് കുറെ അപ്പം തന്നെ റബ്ബ് ചെയ്ത് അല്ലെങ്കിൽ വൈപ്പ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. സ്കിന്നിലേക്ക് അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടി വിടുക കേട്ടോ. ഒരു സ്കിൻ കെയർ പോലെ ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ 1 മണിക്കൂറൊക്കെ സംഭവം സ്കിന്നിൽ ഇരിക്കുകയാണെങ്കിൽ ആയിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. നമ്മൾ ചെറുതായിട്ട് മസാജ് ചെയ്യാൻ വേണം, എന്നാൽ ഓവർ ആവാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് അതേപോലെ ചെയ്യാം. അതും അല്ലെങ്കിൽ കിടക്കുന്നതിന് മുൻപായിട്ട് ഇത് ഇതേപോലെ സ്കിന്നിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങനെയും കിടന്നുറങ്ങാം കേട്ടോ. എനിക്കിത് ഈ ഒരു പോൾസിന് എന്താ പറയുക
എഫക്റ്റീവായി. അതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സ്കിൻ ഉണ്ടാവില്ലോ ഭയങ്കര ഒരു സോഫ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യും. നമുക്കിതൊക്കെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിൻ എന്താ പറയുക ഒന്നും നല്ല ഹൈഡ്രേറ്റ് ആയ പോലെ ഫീൽ ചെയ്യും. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഒരു ഫേഷ്യൽ ഓയിൽ വെച്ച് മസാജ് ചെയ്യാന്നുള്ളത്. അപ്പം നിങ്ങൾ ഫേഷ്യൽ മസാജ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ എന്താ പറയുക ഫേഷ്യൽ മസാജ് ഉദ്ദേശിച്ചത് നമ്മൾ ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സ്കിന്നിലെ ആ ഒരു ഡ്രൈനെസ് മാറാനായിട്ടും അതേപോലെ നമുക്ക് പോർട്സിന് വേണ്ടി മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്കിന്നില് എന്താ പറയുക സോഫ്റ്റ് ആക്കി വെക്കാനായിട്ട്, അതേപോലെ തന്നെ പിമ്പിൾസിന്റെ ആക്നേന്റെ മാർക്ക് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട്, പിമ്പിൾസ് വരുന്നത് കുറയ്ക്കാനായിട്ട്, അതേപോലെ എന്താ പറയുക നമ്മുടെ സ്കിന്നിലെ ഇലാസ്റ്റിറ്റി നഷ്ടപ്പെടാണ്ട് കൊളാജന്റെ ആ ഒരു നഷ്ടവും സംഭവിക്കാണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഈ ഒരു സംഭവം നല്ല വർക്കിംഗ് ആണ് കേട്ടോ. അപ്പം ഇതേപോലെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഫേസിൽ അങ്ങനെ തന്നെ വിട്ടോളൂ. എത്ര നേരം വെക്കാൻ പറ്റണോ അത്രയും നല്ലതാണ്. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അപ്പം ഓയിലാകുമ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോന്ന്. പക്ഷെ ഇതിൽ ആ ഒരു മുരിങ്ങേന്റെ എക്സ്ട്രാക്റ്റും കാര്യങ്ങളും അതേപോലെ തന്നെ വൈറ്റാമിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തായാലും നിങ്ങളൊന്ന് 2 ദിവസം യൂസ് ചെയ്ത് നോക്കുക പ്രശ്നം ഉണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ വർക്ക് ആവണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസിറ്റീവ് സ്കിന്നിലൊക്കെ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാ സ്കിന്നിനും കുഴപ്പമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്, പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പോർട്സിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതേപോലെ ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉണ്ടെങ്കിലും മുഖത്ത് ആ ഒരു ഭയങ്കര ഡ്രൈ ആയ ഫീലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഓയിലാണ്. അപ്പം നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് പുതിയ വീഡിയോസായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.